കഥകളിയുടെ കഥാസന്ദർഭത്തെക്കുറിച്ച് നമ്മുടെ ഹരിപ്രിയ നമ്പൂതിരി അവരുടെ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ലവണാസുരവധം. ലവണാസുരവധം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ലവണാസുരനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കഥ അവസാനിക്കുകയാണ്. പക്ഷേ കഥകളിയിൽ പലതും അപകടമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പേരൊന്നുമല്ല. മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ പിങ്ക് കളറാണ്, വെള്ള മഞ്ഞയോല എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്, നീല മഞ്ഞയോല എന്ന് പറഞ്ഞാൽ പച്ച കളറാണ് എന്ന് പറഞ്ഞ പോലെ പേരും കാര്യങ്ങൾക്കും ചിലപ്പോൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അത് കഥകളിയുടെ ചില രസങ്ങൾപ്പെട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ ലവണാസുരവധം കഥ ലവണാസുരനെ കൊല്ലുണ്ട്. പക്ഷെ ദുര്യോധനാഥൻ കഥയൊന്നും പോലെ അതിലല്ല കഥ അവസാനിക്കുന്നത്. അത് ലവണാസുരവധം കഥയുടെ ഇടയിലൊരു ചെറിയ ഭാഗമായിട്ട് അതിങ്ങനെ പോകുന്നുള്ളൂ. ഈ കഥ രചിച്ചത് പാലക്കാട് അമൃത ശാസ്ത്രികളാണ്. ഉത്തരരാമായണം കഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ആട്ടക്കഥ രചിച്ചിട്ടുള്ളത്. അതിൽ ആദ്യം പട്ടാഭിഷേകത്തിന് ശേഷം ശ്രീരാമൻ സീതാസമേതനായി അയോധ്യയിൽ വാഴുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രചകൻ, ഒരു അലക്കുകാരൻ തൻ്റെ ഭാര്യ സമയത്ത് വീട്ടിലെത്താത്തതിൻ്റെ പേരിൽ സംശയിക്കുകയും അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കാവുകയും അടിപിടി കൂടുന്ന സമയത്ത് ഈ രചകൻ പറയുകയാണ്, ഞാൻ ശ്രീരാമനെ പോലെ അല്ല. ശ്രീരാമൻ സീതയെ കുറേ നാൾ രാവണൻ്റെ അവിടെ ലങ്കയിൽ കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ അതുപോലെ സ്വീകരിച്ചു, ഞാനതുപോലെയല്ല എന്നുള്ള ഒരു വാർത്ത ചാരന്മാർ വഴി ശ്രീരാമൻ കേട്ടപ്പോൾ അത് അങ്ങനെ ഒരു രാജാവിന് അങ്ങനെ ഒരു അപവാദം ഒരിക്കലും യോഗ്യമല്ല, ഉചിതമല്ല എന്നുള്ള ഒരു ശങ്കയിലും ഒക്കെ അങ്ങനെ സീതയെ വീണ്ടും പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ കഥയിൽ പറഞ്ഞു വന്നത് ലവണാസുരവധ കഥയിലെ വളരെ പ്രസിദ്ധമായൊരു കഥാഭാഗമാണ്. മണ്ണാനും മണ്ണാത്തി എന്ന പേരിൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് മണ്ണാനും മണ്ണാത്തി. അതിനുശേഷം അങ്ങനെ സീതയെ വാൽമീകി ആശ്രമത്തിൽ, ഗർഭിണിയായ സീതയെ വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കി. അവിടെ സീത 2 കുട്ടികളെ പ്രസവിച്ചു, കുശനും ലവനും. അതിനിടയിൽ ശത്രുഘ്നൻ ലവണാസുരൻ എന്നെ കൊല്ലാനായിട്ട് പോകുന്ന വഴിക്ക് ആശ്രമത്തിൽ കയറുകയും അന്നാണ് സീത കുട്ടികളെ പ്രസവിച്ചത് എന്നും കഥയുണ്ട്. അങ്ങനെ അപ്പം അവിടെയാണ് ഈ ലവണാസുരവധം എന്നുള്ള ഭാഗം, ചെറിയ ഭാഗം വരുന്നത്. അങ്ങനെ കുട്ടികൾ വാൽമീകി ആശ്രമത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഒരു കഥാ ഘട്ടം ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് കുട്ടികൾ വളർന്നു, മുനിയുടെ കീഴിൽ, മഹർഷിയുടെ കീഴിൽ അഭ്യാസം ചെയ്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുട്ടികൾക്ക് അനധ്യായം, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്ത ദിവസം അമ്മയുടെ അടുത്തേക്ക് വരുന്ന രംഗം മുതൽക്കാണ് ഈ കഥ ആരംഭിക്കുന്നത്. അതായത് ആദ്യത്തെ രംഗത്തിൽ സീതയും കുശനും ലവനും. നമ്മൾ സാധാരണ ലവകുശന്മാരെന്നാണ് സ്വതേ നമ്മൾ പറഞ്ഞ് ശീലിക്കുക. പക്ഷെ കഥകളിയിൽ കുശൻ സീനിയറും അല്ലെങ്കിൽ ഇരട്ടകളാണെങ്കിൽ കുശൻ വലുതും ലവൻ ചെറുതുമായിട്ടാണ് കഥകളിയിൽ കണക്കാക്കുന്നത്. അങ്ങനെ സീതയുടെ സമീപത്തേക്ക് കുശനും ലവനും കയറി വരുന്നു. നിൻ പാദാംഭോരുഭം കുമ്പിടുന്നേ എന്നുള്ള പദത്തോടുകൂടി ആരംഭിക്കുന്നു. ആദ്യം കുശൻ, അത് കഴിഞ്ഞ് ലവൻ. രണ്ടുപേരും അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഇന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ വനത്തിൽ പോയി, കാട്ടിൽ പോയി കളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സീതയുടെ പദമാണ്, അനുപമ ഗുണനാകും മനുകുല ദീപന് കനുവോട് ജനിച്ചിഹ വളരുന്നു നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളുടെ ശബ്ദം കേട്ടാൽ എനിക്ക് മതിയാവൂ, നിങ്ങളുടെ ഈ മതിമുഖദ്വയം കണ്ടാൽ എനിക്കൊരിക്കലും മനസ്സ് വരില്ല, നിങ്ങൾ ആരെ പോലെ ഉള്ള നിങ്ങളുടെ നടത്തം, അതിനൊക്കെ വർണ്ണിച്ച് സീത ചോദിക്കുകയാണ്, നിങ്ങൾക്കിന്ന് വിദ്യാഭ്യാസം ഇല്ലാത്തത്? അപ്പോൾ ഞങ്ങളുടെ ഗുരുനാഥൻ ഇന്നിവിടെ ഇല്ല, പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് വിദ്യാഭ്യാസമില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചതൊക്കെ, ഇതുവരെ പഠിച്ചതൊക്കെ എല്ലാം റെഡിയാണോ? അതെ. അപ്പോൾ എന്നാൽ പഠിച്ചതൊന്ന് കാണിക്കുമെന്ന് പറയും. അതിനനുസരിച്ച് സീത പറയണതനുസരിച്ച് കുശലവന്മാർ തൻ്റെ വൈദഗ്ധ്യം
കാണിച്ചു കൊടുക്കും. അങ്ങനെ വേഗം വരണം എന്ന് പറഞ്ഞ് സീത അവിടെ നിന്ന് അവരെ കുട്ടികളെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. സീത പിരിയുന്നു, കുശലവന്മാർ കാട്ടിലേക്ക് യാത്രയാകുന്നു. അങ്ങനെ അവർ വനം കണ്ട് നടക്കുന്നതിനിടയിൽ ലവൻ പറയാണ്, ഇതാ വനജാലങ്ങൾ കണ്ട് നമ്മളിത് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്ന് പറയുമ്പോൾ പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുതിരയെ കാണും. അപ്പോൾ ലവൻ പറഞ്ഞ് കാണിച്ചു കൊടുക്കും കുശിന്, ഇങ്ങനെ ഒരു കുതിര ഇവിടെ കാണാനുണ്ട്. അപ്പോൾ കുശിൻ ചോദിക്കും, അതുകൊണ്ട് വല്ല മായയാണോ, മനുഷ്യനോ വല്ല അസുരന്മാരും നമ്മളെ മായാജാലയിൽ ഇതാക്കുന്നതാണോ? അങ്ങനെ സംശയിക്കുമ്പോൾ ലവൻ പറയും, അല്ല, ആ കുതിരയുടെ ഭാരത്തിൽ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്തോ, അന്ന് അതെന്താണോ വായിക്കുക. അപ്പോൾ ഏകവീരനായ ശ്രീരാമനെ പോലെ മറ്റൊരാളും ഉണ്ടെങ്കിൽ ഈ കുതിരയെ പിടിച്ചു കെട്ടണോ, അതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ശ്രീരാമൻ അശ്വമേധ യാഗം നടത്താൻ നിശ്ചയിച്ച് അതിൻ്റെ ഭാഗമായിട്ട് കുതിര ദിഗ്വിജയത്തിനായിട്ട് കുതിരയെ പറഞ്ഞ് അയച്ചതാണ്. അപ്പോൾ ആര് കുതിരയെ പിടിച്ചു കെട്ടുന്നു അവർ ശ്രീരാമനായിട്ട് അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ഭടന്മാരായിട്ടോ അവരുമായിട്ട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ ശ്രീരാമൻ അവർക്കിതായി, അല്ലെങ്കിൽ ശ്രീരാമൻ അവരെ ജയിച്ചാൽ ശ്രീരാമൻ അവർ കീഴ്പ്പെട്ടു എന്നുള്ള അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു യുദ്ധം നേരിട്ട് ചെയ്യാതെ അശ്വത്തിനെ അയക്കണം. അപ്പോൾ അശ്വത്തിനെ പിടിച്ച് കെട്ടാൻ ധൈര്യമുള്ളവർക്ക് പിടിച്ചു കെട്ടിയാൽ പിന്നെ ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇത് ഏകവീരനായ ശ്രീരാമനെ പോലെ വേറൊരാളുണ്ടെങ്കിൽ പിടിച്ചു കെട്ടിയാലെന്ന് കണ്ടപ്പോൾ കുശൻ പറഞ്ഞു, ആയിക്കോട്ടെ നീ പിടിച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞ് കുശൻ്റെ അനുവാദത്തോടുകൂടി ലവൻ കുതിരയെ പിടിച്ചു കെട്ടി. അങ്ങനെ പിടിച്ചു കെട്ടാൻ അനുവാദം കൊടുത്തിട്ട് കുശൻ അവിടുന്ന് പോയി. ലവൻ കുതിരയെ പിടിച്ചു കെട്ടാൻ പോയപ്പോൾ ഈ കുതിരയുടെ ഒപ്പം വന്നിട്ടുള്ള ഭടന്മാര് സൈന്യം കുശന് ലവനുമായിട്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് ലവൻ മോഹനാസ്ത്രം അയച്ച് അവരെയൊക്കെ സ്തംഭനാസ്ത്രം അയച്ച് അവരെയൊക്കെ സ്തംഭിപ്പിച്ച് ഈ കുതിരയെ പിടിച്ചു കെട്ടി. ഇത് അറിഞ്ഞ് ഈ കുതിരയുടെ സംരക്ഷണത്തിനായിട്ട് ഒപ്പം ഉണ്ടായിരുന്ന ശത്രുഘ്നൻ വന്ന് ലവനുമായിട്ട് യുദ്ധം ചെയ്ത്, ആ ഭാഗം ഇന്നിവിടെ അവതരിപ്പിക്കുന്നില്ല. അങ്ങനെ ശത്രുഘ്നൻ വന്ന് ലവനുമായിട്ട് യുദ്ധം ചെയ്ത് ലവനെ പിടിച്ചു കെട്ടി. കുശൻ തിരിച്ചു വന്നപ്പോൾ ലവനെ പിന്നെ പിടിച്ചു കെട്ടി ശത്രുഘ്നൻ നിൽക്കുന്നത് കണ്ടപ്പോൾ കുശൻ ശത്രുഘ്നനുമായിട്ട് യുദ്ധം ചെയ്ത് ശത്രുഘ്നനെ തോൽപ്പിച്ച് ഓടിച്ചു. അങ്ങനെ ശത്രുഘ്നൻ ചെന്ന് ശ്രീരാമൻ്റെ അടുത്ത് ഈ കഥ പറയും, ഇങ്ങനെ അവിടെ 2 കുട്ടികൾ നമ്മുടെ കുതിരയെ പിടിച്ച് കെട്ടി. പിന്നെ ലക്ഷ്മണൻ അങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അവസരം അതൊന്നും അരങ്ങത്ത് പതിവില്ല. ഇടയ്ക്ക് വളരെ റയറായിട്ട് മാത്രം ശ്രീരാമൻ രംഗത്ത് വരാറുണ്ട്. അങ്ങനെ ശ്രീരാമൻ വന്ന് ഈ കുട്ടികളെ കണ്ട് ഇവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ശ്രീരാമൻ്റെ കൈ തളരുകയാണ്. ശ്രീരാമൻ വിചാരിക്കുകയാണ്, ഈ പൂ പോലെയുള്ള ഇത്രയും മധുരമായിട്ടുള്ള ഇത്രയും വാത്സല്യം തോന്നിക്കുന്ന ഈ കുട്ടികൾ ഇവരാരാണ്, എന്തായാലും ഇവരുടെ സത്യം അറിയണം എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീരാമൻ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയി ഈ കുട്ടികളുടെ സത്യം അറിയാനായിട്ട്, അത് ആരാണ് എന്ന് അറിയാൻ തൻ്റെ ഭക്തനായ ഹനുമാനെ വിടുകയാണ്. ഇപ്പം ഈ കുട്ടികൾ കുശലും ലവനും കുതിരയെ പിടിച്ച് കെട്ടിയതിന് ശേഷം പിന്നെ അടുത്ത രംഗം എന്ന് പറയുന്നത് ഇവിടെ ഹനുമാന്റെ രംഗമാണ്. അപ്പോൾ ഹനുമാന്റെ തിരനോക്കിന് ശേഷം ഹനുമാൻ പറയാണ്, ഇങ്ങനെ ശ്രീരാമൻ ഇവിടെ സാക്ഷാൽ എൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമൻ ഇവിടെ ഈ കാട്ടിൽ വന്നു, ഇവിടുത്തെ 2 കുട്ടികളെ കണ്ടിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോയി, എന്നെ ഈ കുട്ടികളുടെ സത്യം അറിയാനായിട്ട് എന്നെ ഇവിടേക്ക് അയച്ചു. ആ കുട്ടികൾ എവിടെയാണെന്ന് അന്വേഷിച്ചറിയുക തന്നെയെന്ന് അങ്ങനെ കാട്ടിൽ തിരഞ്ഞ് അങ്ങനെ കുട്ടികളെ കണ്ടു. കുട്ടികളെ കണ്ടപ്പോൾ ഹനുമാൻ ആകെ അത്ഭുതമായി. കാരണം ഇതാ മുനി വേഷം ധരിച്ച 2 കുട്ടികൾ, എന്നാൽ അവരുടെ കയ്യിലാണെങ്കിലോ വില്ലും അമ്പും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഹനുമാന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ഇതിനു മുമ്പ് പണ്ട് ഇതുപോലെ സുഗ്രീവനും ഒപ്പം ഞാൻ താമസിച്ചിരുന്ന കാലത്ത് അന്ന് ശ്രീരാമനും ലക്ഷ്മണനും ഇതേപോലെ മുനിവേഷധാരിയായി ആയുധങ്ങളും ധരിച്ച് കാട്ടിലൂടെ സഞ്ചരിച്ച സമയത്ത് സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ഞാൻ അവരുടെ അടുത്ത് പോയി അവരെ എൻ്റെ 2 തോളിലും വെച്ച് സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ കഥയൊക്കെ ഹനുമാൻ സ്മരിക്കുകയാണ്. കാരണം ഹനുമാൻ ഇവര് കുട്ടികളെ കണ്ടപ്പോൾ ആ ഓർമ്മയാണ് വന്നത്. ഏതായാലും ഈ കുട്ടികളുടെ സത്യം അറിയുക തന്നെ എന്ന് പറഞ്ഞ് ഈ കുട്ടികളുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. സാഹസികൾ, നിങ്ങൾ ആരാണ്? സാഹസികളായിട്ടുള്ള നിങ്ങൾ ആരാണ്? ഞാൻ അനിലസുതനായിട്ടുള്ള ഹനുമാനാണ്, ലങ്ക ചാടിക്കടന്ന ആള് ഞാനാണ് എന്നൊക്കെ ഹനുമാൻ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊന്നും ഒരു മൈൻഡില്ല. കുട്ടികൾ പറയും, ആരായാലും എന്താ,
നമുക്ക് അതൊന്നൊരു വിഷയമല്ല, ഇവിടെ ഇപ്പോൾ ഈ കുതിര ഞങ്ങൾ എന്തായാലും വിട്ടുതരാൻ പോവുകയാണ്. അപ്പോൾ എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തൻ്റെ ഇടമൊക്കെ ഒന്ന് കാണട്ടെ, നിങ്ങളുടെ ധൈര്യമൊക്കെ ഒന്ന് കാണട്ടെ എന്നായപ്പോൾ കുട്ടികൾ കൈകൊണ്ട് ഇത് ചെയ്ത് ഭൂമിയെ പിളർന്നു. അപ്പോൾ ഹനുമാന് വളരെ അത്ഭുതം, ഇത്രയും ധൈര്യശാലികളായിട്ടുള്ള ഇത്രയും കരുത്തുള്ള കുട്ടികളാണ്. പക്ഷേ അതൊന്നും കണ്ടു നടിക്കാതെ ഹനുമാൻ അവരെ അത് നിസ്സാരമായിട്ട് വിട്ട് വീണ്ടും അവരായിട്ട് അങ്ങനെ ഓരോ കളിയായിട്ടുള്ള രീതിയിൽ യുദ്ധം ചെയ്ത് കുട്ടികളുടെ പാഠമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അവസാനം യുദ്ധത്തിൽ അവർക്ക് കീഴ്പ്പെട്ട് അവരുടെ കുട്ടികൾ ഹനുമാൻ്റെ കൈ പിടിച്ച് കിട്ടി. ഇതാണ് രണ്ടാമത്തെ രംഗം. തുടർന്ന് മൂന്നാമത്തെ രംഗത്തിൽ സീത കുട്ടികളെ കാത്തിരിക്കുകയാണ്. വളരെയധികം സമയമായി കുട്ടികൾ ഇതുവരെ വന്നില്ല. ആകെ പരിഭ്രമിച്ച് ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ ഹനുമാനെ കൊണ്ട് സീതയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സീതയ്ക്ക് കണ്ട മാത്രയിൽ തന്നെ ഹനുമാനെ മനസ്സിലായി. ആകെ സങ്കടമായി. കാരണം എത്രയോ തന്നെ ലങ്കയിൽ വന്ന് ലങ്കാ നഗരം മുഴുവൻ നശിപ്പിച്ച് തൻ്റെ വാർത്ത ശ്രീരാമനെ തിരിച്ചെത്തിച്ച ആ അത്രയും സമർത്ഥനായിട്ടുള്ള ഈ ഹനുമാന് ഇങ്ങനെ കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു ഗതിയോ? എന്താണ് ഈ സംഭവിച്ചത്? കുട്ടികളോട് പറയാണ്, ഇത് നിങ്ങൾ ഈ ഇദ്ദേഹത്തിനെ വന്ദിക്കണം, ഇത് ശ്രീ ഹനുമാനാണ്, വേഗം കെട്ടഴിച്ചു വിടുമെന്ന് പറഞ്ഞ് സീതയുടെ അഭ്യർത്ഥന പ്രകാരം കുട്ടികൾ വേഗം കെട്ടഴിച്ചു വിട്ട് ഹനുമാനെ നമസ്കരിക്കും. അതിനുശേഷം ഉള്ള തിരിച്ച ഹനുമാന്റെ മറുപടി പദമാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള സുഖമോ ദേവി എന്ന പദം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെ സുഖമോ ദേവി എന്ന് പറഞ്ഞ് ഹനുമാൻ സീതയുടെ കുശലങ്ങൾ അന്വേഷിച്ച് കുട്ടികളുടെ പരാക്രമത്തിൽ കണ്ട് ബോധ്യപ്പെട്ട് വളരെ തൃപ്തനായി ഞാൻ ഇവര് ഈ ത്രൈലോക്യം പാൽപ്പാൻ പോരുന്നു, അവർ അത്രയും മിടുക്കന്മാരാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ഹനുമാനും സീതയോട് സംസാരിക്കണം. അപ്പോൾ സീത ചോദിക്കുകയാണ്, അങ്ങനെ ആ പദം അവിടെ അവസാനിക്കുന്ന സമയത്ത് സീത ചോദിക്കുകയാണ് ഹനുമാൻ്റെ അടുത്ത്, അങ്ങ് ഈ കാട്ടിൽ വരാനും ഈ കുട്ടികളെ കാണാനും എന്താണ് കാരണം? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ശ്രീരാമസ്വാമി ഒരു യാഗം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു അശ്വത്തെ അഴിച്ചുവിട്ടു. ദിഗ്വിജയനായിട്ട് വിട്ട ആ കുതിരയെ ഈ കുട്ടികൾ പിടിച്ചു കെട്ടി. ഇത് കേട്ടപ്പോൾ സീതയ്ക്ക് വലിയ വിഷമമായി. അങ്ങനെ ആ കുട്ടികൾ ആ പിടിച്ചു കെട്ടിയ കുതിരയെ ആണ് ആ കാണുന്നത്. അതിനൊന്ന് അഴിച്ചു വിടാൻ പറയണം. അപ്പോൾ സീത വേഗം കുട്ടികളോട് അശ്വത്തിനെ അഴിച്ചു വിടാൻ പറയുന്നു. അങ്ങനെ സീതയെയും കുശലവന്മാരെ മനസ്സ് നിറഞ്ഞ് കണ്ടുകൊണ്ട് അവിടെ നിന്നും ശ്രീരാമൻ അശ്വത്തെയും കൊണ്ട് കുതിരയെയും കൊണ്ട് മടങ്ങുന്ന സ്ഥലത്താണ് ഈ കഥ അവസാനിക്കുന്നത്.